മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ ജനുവരി 23-ന് ചൊറിച്ചിലിന് ചികിത്സ തേടിയ 20 വയസ്സുകാരി റിഫാർ അഹമ്മദ് 29-ന് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും രംഗത്ത്. ചൊറിച്ചിൽ അനുഭവപ്പെട്ട കുട്ടിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ഇഞ്ചക്ഷൻ നൽകിയതോടെ ശ്വാസംമുട്ടൽ അനുഭവപ്പെട്ടിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വീണ്ടും ഇഞ്ചക്ഷനുകൾ നൽകി കുട്ടി പൂർണ്ണമായും അബോധാവസ്ഥയിലാവുകയും ചെയ്തു. ശേഷം കുടുംബം ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായതെന്ന് ബന്ധു പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളാണ് റിഫ മോള്. ഇങ്ങനെ ഒരു അലർജിക്കായിട്ടുള്ള ഇഞ്ചക്ഷൻ അടിക്കാൻ വന്നു. ആ ഇഞ്ചക്ഷൻ അടിച്ചതോടുകൂടി ഓക്ക് ശ്വാസം പോയി. പിന്നെ ഒരു തിരിച്ചും മറിച്ച് ഒരു 5-6 സൂചി അടിച്ചതിന് ശേഷമാണ് ഒരു പിന്നെ ICU കൊണ്ടുപോയിട്ടത്. ICU കൊണ്ടുപോയിട്ട് ഒരു 11:30 നമ്മളറിഞ്ഞ് നമ്മൾ വന്നാണ് ഒരു ഡോക്ടറും സിസ്റ്റർമാരും ആംബുലൻസും ചെയ്യാണ്ട് അതിൽ കയറ്റിയാണ് നേരെ ബീൻസുക്കാണ് കൊണ്ടുപോയത്. മികച്ച ചികിത്സ ലഭിക്കുമെന്ന് പ്രതീക്ഷയോടെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ താറുമാറാകുന്ന രൂപത്തിലുള്ള വസ്തു ശരീരത്തിലുണ്ടെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. പിന്നീടാണ് മരണം സംഭവിച്ചത്. ഇതോടെയാണ് ദുരൂഹത സംശയിച്ച് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്നും സാധാരണ പോലെ നടന്ന് ചികിത്സ തേടിയെത്തിയ ആരോഗ്യമുള്ള റിഫാർ അഹമ്മദിന്റെ മരണത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുകയും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ട സത്വര നടപടികൾ ഉണ്ടാകണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. റിഫാർ അഹമ്മദിന്റെ മരണത്തിൽ സമഗ്രാന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുകയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിന്റെ ഭാഗമായി ഹോസ്പിറ്റലിലേക്ക് SDPI മാർച്ച് നടത്തി. ഹോസ്പിറ്റലിന് ഗേറ്റിന് മുൻവശം മഞ്ചേരി പോലീസ് ഇവരെ തടഞ്ഞു. എന്നാൽ മലബാർ ഹോസ്പിറ്റൽ സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ ചാനൽ മഞ്ചേരി. Never seen before designs. നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദ വേഴ്സറ്റൈൽ ജ്വല്ലറി.